ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ടെക് ഓൺ മലയാളം. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആണ്. അപ്പോൾ ഫോട്ടോ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കളർ ഗ്രേഡിങ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ ലൈറ്റ് റൂമിൽ കളർ ഗ്രേഡിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഈ ഫോട്ടോയാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നേരെ ലൈറ്റ് റൂം ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ ഫോട്ടോ ആഡ് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ്സ് ആണ്. അപ്പം ഈ ലൈറ്റിനകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം വരുന്നത് എക്സ്പോഷ്യർ, പിന്നെ കോൺട്രാസ്റ്റ്, ഹൈലൈറ്റ്സ്, ഷാഡോസ്, പിന്നെ വൈറ്റ്സ് ആൻഡ് ബ്ലാക്സും ആണ് വരുന്നത്. അപ്പം ഇതിന് കൊടുക്കേണ്ട വാല്യൂസ് എല്ലാം ഞാൻ സ്ക്രീനിൻ്റെ സൈഡിലായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അപ്ലൈ ചെയ്ത് നോക്കുക. ഓരോ ഫോട്ടോയ്ക്ക് അനുസരിച്ച് ഇതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യും. ഇപ്പം ഞാൻ ചെയ്യുന്ന ഫോട്ടോയ്ക്ക് ഇങ്ങനത്തെ വാല്യൂ ഒക്കെ ചെയ്താലാണ് നമുക്കൊരു ബെറ്റർ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർവാണ്. അപ്പോൾ കർവ് നമുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം ആദ്യം കാണുന്ന ആ ഒരു പോയിൻ്റ് നമുക്ക് ചെറുതായിട്ടൊന്ന് അപ്പ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് പൊക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ഫോഗി എഫക്റ്റ് നമ്മുടെ പിക്ചറിന് കിട്ടും. അതിനുശേഷം അടുത്ത പോയിൻ്റ് ചെറുതായിട്ടൊന്ന് താക്കുക. അങ്ങനെ ഫൈനലി നമ്മുടെ ആ ഒരു കർവ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു എസ് ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത് കളർ എന്ന് പറയുന്നതാണ്. അപ്പോൾ കളർ ലൈറ്റിൻ്റെ തൊട്ട് സൈഡിലായിട്ട് കാണുന്നൊരു ഓപ്ഷനാണ്. അപ്പോൾ കളർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 4 ഓപ്ഷൻസാണ് ഉള്ളത്. ആദ്യത്തെ തന്നെ ടെമ്പറേച്ചർ, ടിൻറ്റ്, വൈബ്രൻസ്, സാച്ചുറേഷൻ. അപ്പം ഇത്തരം 4 ഓപ്ഷനാണ് നമുക്ക് കളറിനകത്തുള്ളത്. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള വാല്യൂ ഞാൻ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കളർ മിക്സ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. കളറിൻ്റെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാം മിക്സ് എന്ന് കിടക്കുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഓരോ കളറിൻ്റെയും നമുക്ക് ഹ്യൂ, സാച്ചുറേഷൻ ആൻഡ് ലൂമിനൻസ് ഇത്തരം കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ആദ്യം നമുക്ക് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന കളർ എന്ന് പറഞ്ഞാൽ റെഡാണ്. റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീന്, ബ്ലൂ, അങ്ങനെ പല കളറുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഹ്യൂ, സാച്ചുറേഷനും പിന്നെ ലൂമിനൻസും ആണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂസ് എല്ലാം ഞാൻ പറയാം. നമ്മളിവിടെ കൂടുതൽ എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കളറുകൾ എന്ന് പറഞ്ഞാൽ റെഡ്, ഓറഞ്ച്, യെല്ലോയാണ്. ഇത് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ള കളറാണ്. കാരണം നമുക്ക് നമ്മുടെ ഇമേജിന് ഒരു വാം എഫക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റിന് കുറച്ചും കൂടി ഒരു ടീൽ ഓറഞ്ച് എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 3 കളറുകളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി അതിനുശേഷം നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്ട്സ് ആണ്. അപ്പോൾ എഫക്ട്സിനകത്തും കുറേ ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ട്. ടെക്സ്ചർ, ക്ലാരിറ്റി, ഡീഹേസ്, വിഗ്നെറ്റ്, അങ്ങനെ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വാല്യൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്യണം. അതിനകത്ത് നമുക്ക് കളർ നോയ്സ് റിഡക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ വാല്യൂ ആണ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. അതൊരു 50 ഇടുക. അത് മാത്രമേ ഉള്ളൂ ഡീറ്റെയിലിനകത്ത് ചെയ്യാനുള്ളത്. അടുത്തായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതിനകത്ത് ആദ്യം കാണുന്ന റിമൂവ് ക്രോമാറ്റിക് അബ്രഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഓൺ ആക്കി വിടണം. അത് മിക്കപ്പോഴും ഓഫായിരിക്കും. ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോയുടെ വേരിയേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് സ്ക്രീനിലൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ടപ്പോൾ ഉള്ള ആ ഒരു ഫോട്ടോയും ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ജസ്റ്റ് സ്ക്രീനിലൊന്ന് ഹോൾഡ് ചെയ്താൽ മാത്രം മതി. പെട്ടെന്ന് ബിഫോർ ആൻഡ് ആഫ്റ്റർ ആയിട്ടുള്ളൊരു ഫോട്ടോ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഫോട്ടോ എല്ലാം എഡിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അവസാനം നമ്മൾ ഈ ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു കളർ ഗ്രേഡിങ് നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്ത് വെക്കാം. കാരണം സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഫോട്ടോയിലും ഈ സെയിം ഒരു കളർ ഗ്രേഡിങ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫോട്ടോ എഡിറ്ററിൻ്റെ മുകളിലായിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു 3 ഡോട്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്രിയേറ്റ് പ്രീസെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ പോയതിന് ശേഷം നമുക്ക് ഈ ഒരു പ്രീസെറ്റിന് ഇടാൻ ഉദ്ദേശിക്കുന്ന ഒരു പേര് ഇപ്പോൾ ആഡ് ചെയ്യുക. ഞാനിവിടെ മിനി കൂപ്പർ എന്നാണ് ഇടുന്നത്.
അപ്പോൾ ഇവിടെ നമ്മൾ മറ്റൊരു ഫോട്ടോ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ താഴെ നോക്കുകയാണെങ്കിൽ ഒരു ഓപ്ഷനുണ്ട് പ്രീസെറ്റ്സ് എന്ന് പറയുന്നത്. പ്രീസെറ്റ്സിനകത്ത് നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ചിരുന്ന പ്രീസെറ്റ് മിനി കൂപ്പർ എന്ന് പറയുന്ന പ്രീസെറ്റ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കളർ ഗ്രേഡിങ് നമ്മുടെ ഈ ഒരു ഫോട്ടോയിൽ അപ്ലൈ ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. അപ്പം ഇങ്ങനെയൊക്കെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി ഫോട്ടോസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.